എടുത്തിട്ട് വെറുതെ ഇരിക്കുക. വേഗം പാസ്സാക്കി സാറേ, ആൾക്കാർ കാത്തു നിൽക്കുക. ഈ ബാങ്കിന് മറ്റേ ബ്രാഞ്ച് കൊണ്ടിരിക്കുന്നത് ആരും കുഴപ്പമില്ല. വെറുതെ കൂട്ടിൽ വന്നിരിക്കുകയും അടിമീശം വെച്ചിട്ട് ഇന്നലെ നല്ല സേവയായിരുന്നു അല്ലേ തിരുമേനി? വൈകുന്നേരത്തെ പാർട്ടി ഒഴിവാക്കാൻ മടിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്നലെ ആരൊക്കെയായിരുന്നു കമ്പനി? പതിവുകാരൊക്കെ തന്നെ. തനിക്കിതിൽ നിന്ന് വിട്ടു നിന്നൂടെ? അവിടെ ഇരുന്ന പെട്ടുപോകും. ബാങ്കിൽ നിന്ന് വിട്ട ലോഡ്ജ്, ലോഡ്ജിൽ നിന്ന് വിട്ട ബാങ്ക്, വേറെ എവിടെയാ പോവാ? ഇതൊക്കെ വെറും എക്സ്ക്യൂസ് ആണ്. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയല്ലേ. ഇടയ്ക്കൊക്കെ നമ്മുടെ അവിടെ കൂടാല്ലോ. തനിക്കിന്ന് ഒരു സ്റ്റൈൽ ആൻഡ് വെജിറ്റേറിയൻ ഷാപ്പാട് രമ തരും. എന്താ? ആയിക്കോട്ടെ. പോണ്ടേ, അടയ്ക്കാറായി. ജോലി തീർന്നില്ല. ഇയാളീ കൂടെ കൂടെ മൂത്രപ്പുര പോകുന്ന എന്തിനാണെന്ന് അറിയാമോ തനിക്ക്? മൂത്രോടിന്റെ സൂക്കൾ ഉണ്ടായിട്ടൊന്നും അല്ല, തെറുത്ത് വലിക്കാനാ. ആകപ്പാടെ ഇവിടെ ഇത്രയും ജോലിയുണ്ട്. മറ്റവൻ തലയ്ക്ക് പിടിക്കുമ്പോ ഒത്തുറ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാനൊന്ന് ലോഡ്ജിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടങ്ങ് വന്നാലോ? ശരി, പക്ഷെ സ്ലിപ്പ് ചെയ്യരുത്. വഴിയറിയാം എനിക്ക്. പോസ്റ്റ് ഓഫീസ് തൊട്ടതല്ലേ? കണ്ടുപിടിച്ചോളാം. അത് ഞാൻ വന്ന് പിക്കാണ്. വേണ്ട, വരില്ല. ഒരു പൂച്ചക്കാളി പോലും വന്നിട്ടില്ലല്ലോ തിരുമേനി. ഇന്ന് എന്റെ കാര്യം പോക്ക് തന്നെ. ആ, സന്ധ്യാകുന്നല്ലേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മൃഗം വന്ന് ചാടാതിരിക്കില്ല. നായര് ചായ ഉണ്ടാക്ക, നായര് ചായ ഉണ്ടാക്ക, ചായ ഉണ്ടാക്കാണോന്ന്. അല്ല, ചാരായം മാറ്റ. പൊട്ടം കഴിവേറി ഒന്നുമില്ലടോ. തെണ്ടികള് ഇറ്റിക്കാൻ ഒരു തുള്ളി പോലും ബാക്കി വെച്ചിട്ടില്ല. സുധാര സാറേ, ഇത് മമ്മദാലി, ബാങ്കിൽ വർക്ക് ചെയ്യാ. വേറെയുണ്ട് കഥാപാത്രങ്ങള്. നമ്പൂരി വന്നില്ലേ? കുളിക്കുക. ഒന്ന് സൂചിപ്പിക്കേണ്ട കക്ഷിയാ. സാർ എവിടെ ഇരിക്കേ? ഒന്ന് ഉത്സാഹിക്കടോ. ഞാനിതാ വരുന്നു. വേദനിക്കൊന്നുമില്ല, ഒന്ന് വേഗം തുടക്കി. മാഷ എത്തിയിട്ടില്ല, കടന്നിരുന്നോളൂ. ആഹാ, എത്തിയോ? കണ്ടില്ല. കോളേജിൽ മാഷാ. വൈകുന്നേരം അല്പം ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. ട്യൂഷൻ. മൂപ്പര ഇതിനൊന്നും കൂടാറില്ലേ? പരസ്യമായിട്ടില്ല. പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം 2 എണ്ണം വിഴുങ്ങും. അത് മതി. കക്ഷി വിറ്റ. തുടങ്ങിയില്ലേ? ഒരിക്കൽ വരുന്നേ ഉള്ളൂ. തിന്നാ ഒന്നില്ലൂ. ഇപ്പൊ കൊണ്ടുവരാം. ആളൊരു ഉത്സാഹ കമ്മിറ്റിയാ. ഒന്ന് വേഗമായിട്ടൊരു നായരെ.
അല്ല, എന്താ തിരുമനസ് ഈ വേഷത്തില്? തിരുമേനിയാ? ഒരിടം വരെ പോവാനുണ്ട്. സാറിനൊന്ന് പരിചയപ്പെട്ടിട്ട് പോ. സുധാകരൻ സാറ് എഞ്ചിനീയറാ. ഹലോ. നമ്മുടെ അന്നദാതാവ്. താനോരിക്ക് ഇരുന്നാ ശരിയാവില്ല. അതെന്നെ പരിപാടിയാ? താനുമായിട്ടൊന്ന് കൂടാന്ന് പറഞ്ഞ സാറ് വന്നത്. വലിയ കലാരസികനാ. ഒരു സ്മോൾ കഴിക്ക്. കഴിച്ചിട്ട് പോയാൽ ശരിയാവില്ല. ആ, രാധാകൃഷ്ണന്റെ വീട്ടിലേക്കാ പോണ്ടത്. രാധാകൃഷ്ണൻ അവന്റെ കല്യാണത്തിന് കണ്ടതാ. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നാ പിന്നെ ഞാനും വരാം. അവിടെ ഇരിക്ക്. അല്ല, Come on. ഈ രാധാകൃഷ്ണൻ ഇവരുടെ ബാങ്കിലെ മാനേജരാ. ഓഹോ. ഇവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. ഞാനൊന്ന് അവിടെ ചെന്ന് തല കാണിച്ചിട്ട് പെട്ടെന്ന് വരാം. അതാ നല്ലത്. അതെങ്ങനെയാ? സാറിന്ന് 8 മണിക്കുള്ള ട്രെയിനിന് തലശ്ശേരിക്ക് വേണ്ട പാർട്ടിയാ. താനിത് പിടിച്ചേ. പരിചയപ്പെട്ടതല്ലേ, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം. എക്സ്ക്യൂസ് മീ, ഞാൻ കമ്പനിയില്ല കേട്ടോ. ദാറ്റ്സ് ഓൾ റൈറ്റ്. അതങ്ങ് വലിക്ക് നമ്പൂരി. അവിടെ രാധാകൃഷ്ണന്റെ ഫാമിലിയൊക്കെ ഉണ്ട്. കഴിച്ചിട്ട് എന്നാൽ ഇയാളെന്താ അവരെ പിടി ചുംബിക്കാൻ പോവാ? എടോ, ഒരു സ്മോൾ എന്ന ആർക്ക് മണക്കാനാ? ഞാനങ്ങനെ പതിവായി കഴിക്കുന്ന പാർട്ടിയൊന്നുമല്ല. പിന്നെ ജസ്റ്റ് ഫോർ കമ്പനി സേക്ക്, അത്രേ ഉള്ളൂ. സാറിന് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ കൃത്യം 7:30 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ആ വഴിക്ക് നമുക്ക് ഒന്നിച്ചു പോവാം. താനിത് പിടിക്കേ. Cheers. Now, coming to Newton's laws of motion. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോ നിങ്ങൾക്ക് സ്വന്തമായ ഭാഷയിൽ പറയാമോ? ബാലൻ പറയൂ. സ്ഥിരമായി നിൽക്കുന്ന ഒരു വസ്തുവിന് ചലിക്കാനോ ചലിക്കുന്ന ഒരു വസ്തുവിന് സ്ഥിരമാകാനോ ബാഹ്യമായ പ്രേരണ കൂടാതെ കഴിയില്ല. ഗുഡ്. പക്ഷേ പ്രേരണ എന്ന് മാത്രം പോരാ, പ്രേരക ശക്തി എന്ന് തന്നെ വേണം. എക്സ്റ്റേണൽ ഫോഴ്സസ് എന്നാണ് ന്യൂട്ടന്റെ പ്രയോഗം. പ്രേരണ തന്നെ ഒരു ശക്തിയല്ലേ സർ? സാർ ഇരുന്ന് ബോറടിക്കുക. ഇനി താൻ ആ പൊലയം പാട്ടൊന്ന് പാടിയേ. ഇപ്പൊ ശരിയാവില്ല. ചുമ്മാ കാറ്റാൻ തിരുമനസേ, ഞങ്ങളും കൂടെ കൂടാ അല്ലേ ചായോ? പിന്നെ പ്രേരണ വ്യക്തികൾക്കേ ബാധകമാകൂ, വസ്തുക്കൾക്കില്ല. സ്വാമി വിവേകാനന്ദന്റെ ഒരു കണ്ടെത്തലുണ്ട് കുട്ടി. ബാഹ്യമായ പ്രേരണ ചെലുത്തുകയല്ലാതെ ആർക്കും ആരെയും ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല. പോരട്ടെ പോരട്ടെ പോരട്ടെ. ആ കാറ്റ് ആ ആ അത്തിന്തോ തിന്താരോ തക തെയ്യകത്താരോ ദിനദിന്തോ തിന്താരോ തക തെയ്യകത്താരോ അത്തിന്തോ തിന്താരോ തക തെയ്യകത്താരോ ദിനദിന്തോ തിന്താരോ തക തെയ്യകത്താരോ. സൂര്യനൂദിച്ചു കണ്ടേ കാളിപ്പെണ്ണേ, നേരം പോയി വട്ടം വായോ വേലിപ്പെണ്ണേ. അത്തിന്തോ തിന്താരോ തക തെയ്യകത്താരോ ദിനദിന്തോ തിന്താരോ തക തെയ്യകത്താരോ. ചെണ്ടിയിലെ മാലം വിളിക്കട കള്ളക്കറുമ്പ മേലെ കണ്ട ഞാറു പറിക്കാൻ നാളാള് പോരാ. പ്രേരണ വ്യക്തികൾക്കെല്ലാ ഒരു ബാഹ്യശക്തി തന്നെയാണ്. തൽക്കാലം പൊക്കോളൂ. പാടവരമ്പേ പൊട്ടക്കൊട ചൂടിക്കൊണ്ടേ റമ്പുരം വന്നേ. വെണ്ണാളേൻ കണ്ണറിഞ്ഞോരോ കള്ളം തിരിച്ച് വെറ്ററിന്നു കുമ്പളടവി തമ്പുരാൻ നിന്നേ. രണ്ടാം നേര ഈ നിക്കണ കുഞ്ഞിത്തേയി ഞാറെടുത്ത് നിരാനിത്തറ നേരം വേണോ. തിന്തോ തിന്താരോ തക തെയ്യകത്താരോ തിനതിന്തോ തിന്താരോ തക തെയ്യകത്താരോ. കണ്ണാണെ കുഞ്ഞിത്തേയി കണ്ണറിയുമ്പോ ഏനിന്നൊരു മാത്തു കണ്ണിരമിന്നായം കണ്ടേ. തിന്തോ
ಹತ್ತಿಂದೋ ಹತ್ತಿಂದೋ ತಿಂದಾರೋ ತಗ ತೆಯ್ಯಗತ್ತಾರೋ ದಿನ ತಿಂದೋ ತಿಂದಾರೋ ತಗ ತೆಯ್ಯಗತ್ತಾರೋ ಹತ್ತಿಂದೋ ತಿಂದಾರೋ ತಗ ತೆಯ್ಯಗತ್ತಾರೋ ದಿನ ತಿಂದೋ ತಿಂದಾರೋ ತಗ ತೆಯ್ಯಗತ್ತಾರೋ ಹತ್ತಿಂದೋ 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 ತಿಂದಾರೋ ತಗ ತೆಯ್ಯಗತ್ತಾರೋ ದಿನ ತಿಂದೋ ತಿಂದಾರೋ ತಗ ತೆಯ್ಯಗತ್ತಾರೋ. ഇങ്ങനത്തെ ആളായി കക്ഷി ആയിരുന്നില്ല, ഇപ്പോൾ ആയതാണ്. നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുടിക്കണ സ്വഭാവം? ട്രാൻസ്ഫർ കിട്ടി ഇവിടെ വരുമ്പോ ഒരു ശുദ്ധ ബ്രാഹ്മണനായിരുന്നു. പാവ അല്ലെങ്കിൽ ഇങ്ങനൊന്നും പെടൂലല്ലോ. ചേട്ടന് കാര്യമായിട്ടൊന്ന് പറഞ്ഞുകൂടെ? ഈ ഒരു കാര്യത്തിൽ മാത്രം ഉപദേശം കൊണ്ട് ഒരു കാര്യമില്ല. അവനവന് തോന്നിയാലേ ശരിയാവും. പിടിച്ച് പെണ്ണ് കിട്ടിക്കണം, അതാ വേണ്ടേ. പെണ്ണ് കിട്ടിയതുകൊണ്ടാ ഞാനിങ്ങനെ എന്ന് വല്ല സൂചനയുമുണ്ടോ? ആർക്കറിയാം മുമ്പ് എങ്ങനെയായിരുന്നു എന്ന്. എന്താ പറഞ്ഞു? സോറി സോറി. സോറി. ഇന്നലെ രാത്രി എപ്പോഴാ കിടന്നെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ ഇന്നേതായാലും ഇന്നലത്തെ പോലെ തലവേദന ഇല്ല. കഴിച്ചത് നല്ല സാധനമാണല്ലോ. എന്ത് സാധനമായാലും ഇതല്പം കൂടുന്നുണ്ട്. ശ്രമിക്കഞ്ഞിട്ടല്ല മാഷേ, പക്ഷെ പറ്റണില്ല. എവിടുന്ന് സംഘടിപ്പിക്കുന്നു എന്തോ. അപാര തൊലിക്കെട്ട് തന്നെ. മകളുടെ പ്രായമല്ലേ ഉള്ളൂ. മക്കളില്ലാത്തവർക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. സാർ, ആളുകൾ അവിടെ ഗുഡ് മോർണിംഗ് തിരുവനസേ. തിരക്കിലായിരിക്കും. തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാ അല്ലേന്ന് ചോദിച്ചാൽ ആണേനും. എവിടെയായിരുന്നു താൻ കുറച്ചു ദിവസമായിട്ട്? ഓ, കറക്കം തന്നെ ആയിരുന്നു. ഇന്ന് കാലത്താ എത്തിയത്. വൈകിട്ട് തന്നെ ഒന്ന് കാണണം. സീരിയസ് ആയിട്ട് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. താൻ ലോഡ്ജിലേക്ക് വാ. അത് ശരിയാവില്ല. പേഴ്സണലാ. ഓഹോ. ഞാൻ തന്നെ വൈകിട്ടൊന്ന് പിക്കപ്പ് ചെയ്യാം. രാധാകൃഷ്ണൻ കണ്ടിട്ട് വരാം. ഹലോ സാർ. മോർണിംഗ്. ഇരിക്കെ. കുറച്ച് തിരക്കുണ്ട്. പോണ വഴിക്കൊന്ന് കയറിയതാ. നമ്പൂരിയെ കണ്ട് വൈകുന്നേരത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ. ലോഡ്ജിലോ അതോ ബാറിലോ? വല്ലാത്തൊരു ചോദ്യമാണല്ലോ. ആ സാസിനെ വെറുതെ വിട്ടൂടെ മൈക്കിളെ. നിങ്ങൾക്കൊക്കെ നിർത്തേണ്ടവൻ നിർത്താൻ അറിയാം. അയാളോ പെട്ടതാ. ഓഫീസ് കാര്യങ്ങളൊക്കെ തന്നെ കുഴപ്പത്തിലായി തുടങ്ങിയിട്ടുണ്ട്. കുടി കാരണം. രാധാകൃഷ്ണൻ പറയുന്ന കേട്ടാ തോന്നും അയാളെ കൊണ്ട് കുടിപ്പിക്കുന്നതൊക്കെ ഞാനാണെന്ന്. ഈ കറക്കത്തിനിടയ്ക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ എന്റെ വരവ്. സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒടുവിൽ നമ്മളൊക്കെ തന്നെ ദുഃഖിക്കേണ്ടി വരും, കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്നവര്. ഞാൻ വരട്ടെ. ഹൗ ഈസ് രമ? ഷീസ് ഓൾ റൈറ്റ്. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വെൽക്കം. ബില്ല് കൊണ്ടുവാ. നിർത്തിയോ? എന്റെ ഓട്ടോ കഴിഞ്ഞു. സുഖായി. അതുകൊണ്ട് എനിക്ക് സുഖമായി അർത്ഥമില്ലല്ലോ. ബില്ലുകൊണ്ടിരാൻ വരട്ടെ. ഇത് തന്നെ രാധാകൃഷ്ണനൊക്കെ പറയണേ.
എന്ത്? ഞാനാ തന്നെ ചീത്തയാക്കുന്നേന്ന്. ശരിയല്ലേ? താനാ എന്നെ കുടിക്കാൻ പഠിപ്പിച്ചത്. ഇന്ന് തുടങ്ങി വെച്ചതും താൻ തന്നെ. ആ അതൊക്കെ പോട്ടെ. തനിക്ക് മേഴ്സിയോടും സംസാരിക്കാമോ? അത് തനിക്ക് നേരിട്ടായിക്കൂടെ? അതല്ല, താനാ അതിന് പറ്റിയ ആള്. അതെന്താ? എനിക്കൊരു ദല്ലാളിന്റെ ചായ ഉണ്ടോ? അതല്ലടൂ, തന്റെ ഓഫീസ്, അടുത്ത സീറ്റ്, എന്നെ തനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെയാ. അതുകൊണ്ട് തന്നെയാ തന്നെ പോലൊരു ബോറിന് വേണ്ടി ഞാൻ എങ്ങനെയാണോ ആ പെണ്ണിനോട് സംസാരിക്കുക? തമാശള. അവള് റോമനോ അതോ ലാറ്റിനോ? ഷെഡ്യൂൾഡ് ആണെന്നാ തോന്നണേ. കർത്താവേ, സത്യം? ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ജാതിയും ജാതകവും ആരെങ്കിലും നോക്കാറുണ്ടോ? എനിക്കങ്ങനൊന്നും ഉണ്ടായിട്ടല്ല. അപ്പച്ചനൊക്കെ പഴയ ആൾക്കാരാ. ആട്ടെ, എവിടാ കുട്ടിയുടെ നാട്? കുട്ടിയുടെ നാടേ? ആ വടക്കെവിടെയാ? ഏതായാലും സാമാന്യ സൗകര്യമുള്ള കുടുംബത്തിലാണെന്നാ കണ്ടിട്ട് തോന്നിയത്. ചത്താലും കുറുക്കന്റെ കണ്ണു കോഴിക്കൂട്ടില്ല. താനൊന്ന് ഫിനിഷ് ചെയ്തേ. അപ്പൊ ഫിനിഷർ ആയോ? ഓ മതി മതി. അറിയില്ലേ? ആ ബോറിനകത്ത് കാണും. ആര്? ജോസൂട്ടി. പിന്നെ ഉണക്കാവും. ഓ, അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞ കാര്യമേ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന്. ആ ഏറ്റവും ചോറുളപ്പട്ടെ? വേണ്ട. ഇതിന്റെ കൂടെ ചാപ്പാട് കൂടി കഴിക്കാതിരുന്ന കുടൽ വെന്തുവും. ആ അലവലാദികളൊക്കെ പോയോ? ആ പോയിന്ന് തോന്നണേ. പോളെ വാ. ഒരു കത്തുണ്ട്. എന്റെ ഉണ്ണി, നീ വരുമെന്നോർത്ത് ഇന്നലെയും കാത്തു. അമ്മയെയും ഇല്ലത്തെയും കുട്ടി മറന്നോ? ഇത്രയൊക്കെ കഷ്ടപ്പെടണോ ജീവിക്കാൻ? എനിക്ക് നീ മാത്രമേ ഉള്ളൂ. സഹായത്തിന് ആളുണ്ടെങ്കിലും അവരൊക്കെ ബാല്യക്കാരല്ലേ? നിന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എനിക്കിനി 5 or 6 മാസമേ ആയുസുള്ളൂ. അച്ഛൻ ഒരിക്കലും ഒന്നിലും പിഴവ് പറ്റിയിട്ടില്ല. അതിനു മുമ്പ് നിന്നെ ഒരു കുടുംബസ്ഥനായി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പരദേവതകൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് സമാധാനം. നിനക്ക് അവർ നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ. അടുത്ത ശനിയാഴ്ചയും കാക്കും. നിന്റെ അമ്മ. തിരുനടയിലും കുടിയന്മാരാ. കലികാല വൈഭവം.
ഇതെന്താ ഈ വഴിക്ക്? തനി ആഠ്യബ്രാഹ്മണനായിട്ടാണല്ലോ. അമ്പലത്തിൽ പോയിരുന്നു. പൊതുവെ ഒരു ഭക്തി മൂടില്ല. അപ്പൊ നന്നാവാനുള്ള പുറപ്പാടാ. ഇതിനാണ് ഞങ്ങൾ നിമിത്തം എന്ന് പറയാ. മെഴ്സിയെ പറ്റി ഇത്തിരി മുമ്പ് ഞാൻ ഓർത്തതേ ഉള്ളൂ. എന്താ എന്നെ പറ്റി പെട്ടെന്ന് അങ്ങനെ ഓർക്കാൻ? ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഞാനാണ് ദല്ലാൽ. ഇപ്പോ ബാങ്കിലുള്ള പണി തന്നെ പോരെ? വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആവുമ്പോ എന്ത് പണിയും ചെയ്യാന്നാ. ആട്ടെ, ആരാ കക്ഷി? മെഴ്സി അറിയും. എന്നെ കാണാൻ ബാങ്കിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താ ആലോചിക്കട്ടെ? എനിക്ക് പറ്റിയ ആളാണെന്ന് തിരുമേനിക്ക് തോന്നിയോ? എന്നാ പിന്നെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, പകരം ഒരു നമ്പൂരി കൊച്ചിനെ ഞാനും കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ധാരയിൽ എത്താമെങ്കിൽ ആലോചിച്ചോ. നമ്പൂരിയല്ലേ? എങ്ങനെ മനസ്സിലായി? രൂപം വരച്ചു തന്നിട്ടില്ലെന്നേ ഉള്ളൂ. വരൂ, ആളകത്തുണ്ട്. ആ വാ വാ. എന്ത് പറ്റി? വഴി തെറ്റിയവനെ വഴിയുള്ളൂ. ഇരി. ഇവിടേക്കായിട്ട് തന്നെ പുറപ്പെട്ടതാ. എങ്ങനെ ഊരാൻ പറ്റിയ കമ്പനിന്ന്? സാരില്ല, വിവരങ്ങളൊക്കെ അറിയാം. ആ, എന്തുണ്ടോ ഇയാൾക്ക് കൊടുക്കാൻ? മുട്ടയും മീനും അല്ലാതെ? പിക്കിൾസ്, പപ്പടം, കാച്ചിയമോര്, പിന്നെന്താ ഉണ്ടാക്കേണ്ടത്? ഒരു പുളിമുളക് ഉടച്ചോളൂ. ആ, പാർട്ടിയുടെ ഫേവറേറ്റാ. ഇപ്പൊ എന്താ കുടിക്കാൻ? ചായയോ അതോ? ഒന്നും വേണ്ട, ഇത്തിരി വെള്ളം മതി. ജീരകവെള്ളം ആച്ചാ തിരക്കില്ല. ഒരു സ്മോൾ അടിക്കണോ? കളിയാക്കുക അല്ലടോ. രമേ, അതിങ്ങെടുത്തോ. കുറച്ച് ഐസും. മിഴിക്കാതടോ. കല്യാണത്തിന് ശേഷമുള്ള ഒരു ചെറിയ പരിഷ്കാരം. 2 അടിക്കും. അത്താഴത്തിന് മുമ്പ് 3 എന്നൊന്നില്ല, 2 രമയുടെ ഫാദർ ഒരു എക്സ് മേജറാ. മൂപ്പര എനിക്കിത് ആദ്യം ഒഴിച്ചു തന്നത് കല്യാണത്തിന്റെ പിറ്റേന്ന്. അത്ര വലിയ അലർജിയുള്ള ആളാണെങ്കിൽ അന്നേ വേണ്ടെന്ന് പറയായിരുന്നില്ലേ? ഒരു പെക്ക് മദ്യമെങ്കിലും കഴിക്കാത്തവൻ ശുദ്ധ കള്ളനാണെന്നാണ് പുള്ളിക്കാരന്റെ അഭിപ്രായം. തൽക്കാലം അമ്മായിയപ്പന്റെ മുന്നിൽ കള്ളനാണ്ടെന്ന് വിചാരിച്ചെന്ന് കൂട്ടിക്കോ. ഒഴിക്കട്ടെ? എനിക്കിങ്ങനെയാ ശീലം. ഇത് തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല. അതങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ? എന്താ എന്താ? തന്റെ പാട്ടും കവിതയും ഒക്കെ ഞാൻ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കാച്ചു നോക്കിയിട്ടുണ്ട്. എന്റെ അല്ലേ പാട്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നേരിട്ടൊന്ന് കേട്ടാ കൊള്ളാമെന്നാണ് സൂചന. ഞങ്ങളുടെയൊക്കെ ആഗ്രഹ സംഗീത. ആഗ്രഹം കൊണ്ട് പാടണമെന്നേ ഉള്ളൂ. സംഗീതം പഠിച്ചവരുടെ പാട്ടല്ലേ ആദ്യം കേൾക്കേണ്ടത്. അതിന് ഇത്ര വലിയ മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. 2 സ്മോൾ അടിച്ചാലേ പാട്ട് വരൂ എന്ന പ്രശ്നവുമില്ല. അതാ അതിന്റെ ഒരു മര്യാദ. നമ്മളല്ലേ ആതിഥേയര്. ഏതാ വേണ്ടത്? ഇഷ്ടമുള്ളത്.